ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് സജിന ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഫിറോസിനെതിരെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഡിവോഴ്സായി എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫിറോസ് എന്നോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം എന്നുള്ള രീതിയിലാണ് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സജിന മെയിനായിട്ട് പറയുന്നൊരു കാര്യം, ഞാൻ ഫിറോസിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാം കെട്ടാണ്, അതുപോലെ തന്നെ ഫിറോസിൻ്റെ രണ്ടാം കെട്ടാണ്. ആ ഒരു സമയത്ത് തന്നെ എനിക്കൊരു ടെൻഷനുണ്ട്, ഇനി എൻ്റെ കുട്ടിയുണ്ടെങ്കിൽ ഈ ഫിറോസുമായിട്ട് ഒത്തുപോകുമോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഫിറോസിനെ പറ്റി എല്ലാവരും പറയുന്നത് നല്ല വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഫിറോസിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യ സമയത്തൊക്കെ എൻ്റെ ആദ്യത്തെ കുട്ടിയുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് ആദ്യ ഒരു സമയം, കുറച്ച് നാൾ. ആ സമയത്തൊന്നും പോയി കാണാനുള്ള രീതിയിൽ പോലും ഫിറോസ് തന്നെ സമ്മതിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുട്ടി വേണമെന്ന് ഫിറോസിന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടി ആ ഒരു സമയത്ത് പോലും എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒരു കുട്ടിയിൽ. പക്ഷേ ഫിറോസിൻ്റെ താല്പര്യപ്രകാരമായിരുന്നു ഇതേ കണക്ക് ഒരു കുട്ടി വേണം എന്നുള്ള രീതിയിൽ ഒരു പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ. അതിന് ശേഷം ഉണ്ടെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം ഈ ഒരു ഫിറോസിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ഫിറോസിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഫിറോസ് വേറെ ആരായിട്ടൊക്കെ വിളിക്കുന്ന രീതിയിൽ ബിസിയാണ് എന്നൊക്കെ കാണുമായിരുന്നു. ആ ഒരു സമയത്ത് ചോദിക്കും ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിദേശത്തുള്ള ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫിറോസിൻ്റെ ടാബ്, അത് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാബാണ്. ആ ഒരു ടാബ് എടുത്ത് അതിലെ റെക്കോർഡിംഗ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൂടെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വേറൊരു സ്ത്രീയായിട്ട് ഇതേണക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കോൾ സംഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ താൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും താൻ വെളിയിൽ പറയാത്ത, ഇത് പബ്ലിക്കലി ഇതൊന്നും വന്ന് പറയണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ അതിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് വന്ന് ഷെയർ ചെയ്യുക വേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സജിനയെടുത്ത് എല്ലാം ശരിയാകും, മുമ്പോട്ട് പോകുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു.